ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റാണ് നമ്മുടെ വെബിൽ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന് പകരം ഇപ്പോൾ പൈത്തൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കതിൻ്റെ ആൽഫ വേർഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ടും ഞാൻ ഈ ഒരു കോഡ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ ഒരു കോഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോഡിയിൽ വന്നിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, പൈസ്ക്രിപ്റ്റാണ്. അതായത് പൈസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തൻ്റെ സ്ക്രിപ്റ്റ് നമുക്കിവിടെ റൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പൈത്തൺ അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഈ ഒരു രണ്ട് പൈസ്ക്രിപ്റ്റ് എലമെൻറ്റിൻ്റെ നടുക്ക് വരുന്ന ഈ ഒരു വേരിയബിളിലൊക്കെ നിങ്ങൾക്ക് പൈത്തൺ അറിയുന്നവരാണെങ്കിൽ മനസ്സിലാവും. കാരണം പൈത്തണിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത്. പൈത്തൺ നമുക്ക് ഈ ഒരു വെബിൻ്റെ അകത്ത്, അതായത് ഇതൊരു HTML ഇതാണ്, നിങ്ങളോട് നോക്കാനും തന്നെ മനസ്സിലാവും. index.html ആണ് ഈ ഒരു ഫയല്. പെട്ടെന്ന് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മൊബൈലിൽ എടുത്തിരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകമൊന്നുമില്ല. index.html ആണ് ഈ ഒരു ഫയലിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പൈസ്ക്രിപ്റ്റാണുള്ളത്, ജാവാസ്ക്രിപ്റ്റ് അല്ല. അപ്പോൾ ഈ പൈസ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പൈത്തൺ കോഡ് റൺ ചെയ്യാൻ പറ്റും. വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി പൈത്തൺ തന്നെയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈത്തൺ നമുക്ക് ഈ ഒരു വെബ് ബ്രൗസറിൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോഡ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പൈസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ലിങ്ക് വഴി പൈസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അതിനേറ്റ് മുമ്പ് ഈ കോഡ് ഞാൻ റൺ ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ റണ്ണ് ക്ലിക്ക് ചെയ്യാണ്. റണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട് ബോക്സ് വരും. കാരണം നമ്മളിവിടെ ഒരു അലേർട്ട് ബോക്സ് ഇവിടെ വിളിക്കുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിലുള്ള അലേർട്ട് ബോക്സാണ് നമ്മളിവിടെ വിളിക്കുന്നത്. റണ്ണ് ചെയ്യാണ്. അതിവിടെ കുറച്ച് താഴോട്ട് വരികയാണെങ്കിൽ ഇത് കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ലോഡാകുന്ന കുറച്ച് ടൈം എടുക്കും. കാരണം ഇതൊരു CDN ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫെച്ചായിട്ടൊക്കെ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ജാവാസ്ക്രിപ്റ്റ് പോലെയല്ല, കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ അലർട്ട് ബോക്സ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ പാടന്നെ നമുക്ക് നമ്മുടെ HTML പേജും വന്നിട്ടുണ്ട്. ഇതാണ് HTML പേജ്. അവിടെ നമ്മളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു കോഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, പൈത്തൺ കോഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ അലേർട്ടിന് വേണ്ടി അലേർട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പൈത്തണിൻ്റെ പ്രിൻറ്റ് ഫംഗ്ഷനാണ് നമ്മളിവിടെ വിളിക്കുന്നത്. അത് വേരിയബിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫുൾ ഫംഗ്ഷൻ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അലേർട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പൈസ്ക്രിപ്റ്റ് നമുക്ക് നമ്മുടെ HTML ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ രണ്ട് ഫയൽ, അതായത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിരിക്കുക. റിയൽ പൈത്തണിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് പൈസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന്, അതുപോലെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡോം എലമെൻറ്റ് എങ്ങനെ കോൾ ചെയ്യുന്നത്, വാല്യൂ കോൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും API എങ്ങനെ കോൾ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും മാനിപ്പുലേഷൻ എങ്ങനെ ചെയ്യുന്നു, ലോക്കൽ സ്റ്റോറേജ്, കുക്കീസ്, സെക്ഷൻസ്, നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഈ ഒരു പൈസ്ക്രിപ്റ്റിൽ. അതൊക്കെ ആ ഒരു ഇതിന് ഞാൻ ലിങ്ക് എന്തായാലും റിയൽ പൈത്തൺ ഞാൻ കൊടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്കതൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് റെഫറൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെമോ കോഡിന് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ HTML കോഡ് തന്നെയാണ്. ഈ ഒരു കോഡിൻ്റെ അകത്ത് നമ്മൾ ഹെഡിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സ്ക്രിപ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഒരു സ്റ്റൈലും ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. HTTP പൈസ്ക്രിപ്റ്റ് CDN എന്ന് പറഞ്ഞ് ആൽഫ പൈസ്ക്രിപ്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആൽഫയുടെ തന്നെ CSS ആഡ് ചെയ്യുന്നു. CSS നിർബന്ധമില്ല, CSS സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാതിരിക്കാം. എന്നാൽ ഈ ഒരു സ്ക്രിപ്റ്റ് എന്തായാലും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം ഹെഡിൽ. അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഓഫ്ലൈനാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് CDN ആണ്, നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈനാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇമ്പോർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഈ ഒരു റിയൽ ടൈം പൈത്തണിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി ഈ സംഭവം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ബോഡീൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ സാധാരണ ഇതെങ്ങനെയാണ് എഴുതുന്നത്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ തന്നെ അത് എഴുതി പോയാൽ മതി. അതായത് രണ്ട് ടാഗ് ഓപ്പൺ ചെയ്യുക, പൈസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ നടുക്ക് നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. നമുക്ക് എല്ലാ കാര്യവും ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്കിവിടെ ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത.